നൈക്ക ഹാളാണ് കേട്ടോ. നൈക്കയിൽ ഇപ്പോൾ ഒരു സെയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് സ്കിൻ കെയർ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. സോ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ വന്നിട്ട് ലോറിയൽ പാരീസിൻ്റെ ഹൈഡ്രോണിക് ആസിഡ് സെറം ആണ്. ഇത് ഞാൻ ഓൾറെഡി എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്തിട്ട് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് സ്കിന്നിന് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് വാങ്ങിച്ചത്. നമ്മൾ പറയും 20+ ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഏജിങ് സൈൻസ് ഒന്നും ഇല്ലാണ്ട് സ്കിന്ന് അടിപൊളിയായിട്ടിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ആണ് ഈ സ്കിൻ കെയർ എന്ന് പറയുന്ന ഒരു സംഭവം. ഇറ്റ് മീൻസ് എന്താ പറയുക, ആർക്കാണ് സ്കിൻ നന്നായിട്ടിരിക്കാൻ ഇഷ്ടമല്ലാത്തത് അല്ലേ? അപ്പോൾ നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് കുറേ കൂടെ ഒക്കെ നന്നായിട്ടിരിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ സെറങ്ങളും കാര്യങ്ങളൊക്കെ ഫേസിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതുവരെ സ്കിൻ കെയറിനെ പറ്റിയിട്ടൊന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ടാണ് എൻ്റെ അടുത്ത് സ്കിൻ കെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവൾ എനിക്ക് സജസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഹൈഡ്രോണിക് ആസിഡ് സെറം. എനിക്ക് സ്കിന്നിന് പ്രത്യേകിച്ച് കൺസേൺസ് ഒന്നുമില്ല, സ്കിന്ന് നന്നായിട്ടിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് ഈ ഒരു ലോറിയൽ പാരീസിൻ്റെ ഹൈഡ്രോണിക് ആസിഡ് സെറം. ഇവർ പറയുന്ന പോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ റീപ്ലംപ് ചെയ്യും. ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് എനിക്ക് വിസിബിൾ ആയിരുന്നു. അതാണ് ഞാനിത് രണ്ടാമതും വാങ്ങിച്ചത്. ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 999 ആണ്. ദാറ്റ് മീൻസ് 1000 രൂപേൻ്റെയാണ്. പക്ഷേ ഓഫർ സെയിലൊക്കെ നടക്കുകയായതുകൊണ്ട് ഒരുപാട് ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 600 സംതിങ്ങിനാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത്. അടിപൊളി സാധനമാണ്. എന്താ പറയുക, സ്കിൻ എപ്പോഴും ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. എന്താ പറയുക, യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് വൺ ഈ ഒരു സെറാണ്. നെക്സ്റ്റ് വന്നിട്ട് സെറ്റാഫിലിൻ്റെ ഒരു ഫേസ് ക്ലെൻസർ ആണ് കേട്ടോ. ഞാനിത് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ ഒരു ഡ്രൈ ടു നോർമൽ സ്കിന്നാണ്. ഇപ്പോൾ ഒരു ചില സീസണൊക്കെ എത്തുമ്പോൾ എൻ്റെ ഒരു ഡ്രൈ സ്കിന്നാവും, അല്ലെങ്കിൽ നോർമൽ സ്കിന്നായിരിക്കും. അപ്പോൾ ഒരു എന്താ പറയുക, ഡ്രൈ ടു നോർമൽ സ്കിൻ എന്ന് പറയാം. അപ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ ഫേസ് ഇങ്ങനെ കുറച്ചൊക്കെ ഒരു ഓയിലി കണ്ടൻറ്റ് ഇങ്ങനെ ഫേസിൽ കാണുന്നത് എനിക്കിഷ്ടമാണ്. മോയ്സ്ചറൈസ് ആയിട്ടിരിക്കുന്നത് എനിക്കിഷ്ടമാണ്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് വാഷാണ് സെറ്റാഫിലിൻ്റെ ഈ ഒരു ഫേസ് വാഷ് കേട്ടോ. ഇനി ഓയിലി സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ ഇത് യൂസ് ചെയ്യണ്ട. കാരണം ഓൾറെഡി അവർ സ്കിൻ ഓയിലിയാണ്. അപ്പോൾ അതിൽ അവരാകെ ഓയിലി സ്കിന്നി അതുകൊണ്ട് അവരാകെ മടുത്തിരിക്കുകയാവും. അപ്പോൾ ഈ ഒരു ഫേസ് വാഷും കൂടെ യൂസ് ചെയ്തിട്ട് എക്സ്ട്രാ ഓയിലി ആയിട്ട് അവരുടെ ആ ഒരു വിഷമം വീണ്ടും കൂട്ടണ്ട. അപ്പോൾ അതുകൊണ്ട് ഓയിലി സ്കിൻ അല്ലാണ്ട് ഡ്രൈ ടു നോർമൽ സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇത് ഡോക്ടേഴ്സൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു അടിപൊളി ബ്രാൻഡാണ്. നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും സെറ്റാഫിലിനെ പറ്റിയിട്ട്. ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു ഫസ്റ്റ് യൂസിൽ തന്നെ, ഞാനിത് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു ഫസ്റ്റ് യൂസിൽ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവർ പറയുന്ന പോലെ തന്നെ ആ ഒരു എന്താ പറയുക, നമ്മുടെ ഫേസിലുള്ള ഓയിൽ കണ്ടൻറ്റ് അങ്ങനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. രാവിലെ യൂസ് ചെയ്തായിരുന്നു, വൈകുന്നേരം വരെ ആ ഒരു ഓയിലി ഫീൽ എനിക്ക് ഫേസിലുണ്ടായിരുന്നു. ചില ആൾക്കാർക്ക് ഓയിലി ആയിട്ട് ഇരിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ, പക്ഷെ എനിക്കിഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിഷ്ടമായി, യൂസ് ചെയ്തിട്ട് എനിക്കിഷ്ടമായിട്ടുള്ള ഒരു ഫേസ് വാഷാണ് സെറ്റാഫിലിൻ്റെ. നെക്സ്റ്റ് വൺ വന്നിട്ട് സെറ്റാഫിലിൻ്റെ തന്നെ മോയ്സ്ചറൈസർ ആണ്. നമ്മൾ ഇപ്പോൾ ഈ ഫേസ് വാഷും മോയ്സ്ചറൈസറൊക്കെ സെയിം ബ്രാൻഡിൻ്റെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റും കൂടെ നമ്മുടെ സ്കിന്നിന് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 399 രൂപയാണ്. പക്ഷേ ഓഫർ വന്നിട്ട് ഒരു 200 സംതിങ്ങിനൊക്കെയാണ് ഞാനിത് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വന്നിട്ട് സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ്. ഇതും ഈ പറയുന്ന പോലെ തന്നെ ഒരു ഡ്രൈ ടു നോർമൽ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫേസിൽ ആ ഒരു ഓയിലി കണ്ടൻറ്റ് അങ്ങനെ നിലനിർത്താൻ വേണ്ടിയിട്ടും ഭയങ്കര ഹൈഡ്രേറ്റഡ് ആക്കിയിട്ട് ഫേസിന് വയ്ക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നൊരു മോയ്സ്ചറൈസറാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി എന്താ പറയുക, ചില പ്രൊഡക്ട്സ് നമുക്ക് ഇഷ്ടപ്പെട്ട്, ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഈ ഒരു സെറം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ രണ്ടാമതും മേടിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് രണ്ടാമതും നമ്മുടെ ബക്കറ്റിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രൊഡക്ട്സ് ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു പ്രൊഡക്റ്റാണ് എനിക്ക് ഈ ഒരു ഫേസ് വാഷും അതേപോലെ തന്നെ ഈ ഒരു മോയ്സ്ചറൈസറും. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഡോക്ടർ ഷെത്തിൻ്റെ ഹെൽത്തി ആൻഡ് ഹൈഡ്രോണിക് ആസിഡ് സൺസ്ക്രീൻ ആണ്.
ഇതിലിപ്പോൾ ഹൈഡ്രോണിക് ആസിഡ് ഉണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സ്ഥലത്തിൽ ഹൈഡ്രോണിക് ആസിഡ് ഉണ്ട്. അപ്പോൾ എന്താ പറയുക, സ്കിന്നിനെ റീപ്ലംബ് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ യൂസ് ചെയ്യുന്ന 2 പ്രൊഡക്റ്റിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് സ്കിൻ കൺസേൺ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ്, സ്കിന്ന് നന്നായിട്ട് ഇരിക്കണം എന്ന് മാത്രമാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹൈഡ്രോണിക് ആസിഡ് ഒക്കെ അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻസ് ആണെങ്കിലും അല്ലെങ്കിൽ സെറം ഒക്കെ ആണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് ഇതും ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ സ്കിൻ കെയർ ആയിട്ട് ഞാനിപ്പോൾ ഇത്രയല്ലേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. ഇതേ ഉള്ളൂ സ്കിൻ കെയർ ആയിട്ട്. ഇനി മേക്കപ്പ് പ്രോഡക്റ്റ് ആയിട്ട് വന്നിട്ട് ലാക്മേയുടെ ലൂമി ക്രീമാണ്. ഇത് നമ്മുടെ ഫേസ് മേക്കപ്പിൽ നല്ല എന്താ പറയുക, നല്ല ഗ്ലോയി ഡ്യൂയി ലുക്കൊക്കെ തരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇതാണെങ്കിലും നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് മേക്കപ്പിലേക്കൊക്കെ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതിന് വന്നിട്ട് റേറ്റ് MRP നോക്കണ്ട കേട്ടോ. MRP അല്ല, നമുക്ക് ഓഫറിലൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഓൺലൈൻ ഇപ്പോൾ നൈക്കിനൊക്കെ എടുക്കുകയാണെങ്കിലും ഇതിലുള്ള MRP ആയിരിക്കില്ല നമുക്ക് പ്രൊഡക്റ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ MRP ഒന്നും കാണാനില്ല. MRP കാണാനില്ല. ഉണ്ട് 325 രൂപയാണ് ഇതിൻ്റെ MRP വന്നിട്ട്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, 200 സംതിങ്ങിനൊക്കെയാണ് നമുക്ക് ഓഫറിനൊക്കെ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. നല്ല എന്താ പറയുക, നല്ല ഓഫർ ഉണ്ടായിരുന്നു ഈ പ്രൊഡക്ട്സ് ഒക്കെ എടുക്കുന്ന സമയത്ത്. നെക്സ്റ്റ് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഒരു മേക്കപ്പ് ഫിക്സറാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക, ഓണത്തിനൊക്കെ ഒരു ഷൂട്ടൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ മേക്കപ്പൊക്കെ കുറേ നേരം സ്റ്റുഡിയോ ലൈറ്റിൻ്റെ മുന്നിൽ നിന്നിട്ട് ഒലിച്ചു പോകണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മേക്കപ്പ് ഫിക്സർ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു മേക്കപ്പ് ഫിക്സർ എടുത്തിട്ടുണ്ട്. സ്വിസ് ബ്യൂട്ടിയുടെ ആണ്. നെക്സ്റ്റ് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് വന്നിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ഈ ഒരു ഷെയ്ഡാണ്. എനിക്ക് നല്ല ഇഷ്ടമായി ഇത് ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു മാക്കിൻ്റെ ഒക്കെ ലിപ്സ്റ്റിക് ആണെന്ന് ഇങ്ങനെ തോന്നും, ഇതിൻ്റെ ഒരു ബോഡിയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ. പക്ഷേ എന്താ, ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, ഇത് ഷെയ്ഡ് എനിക്ക് ഇഷ്ടമായി. പിന്നെ ഇതിൻ്റെ മണമാണ് ഗൈസ്. എനിക്ക് എന്താ പറയുക, ഇതിങ്ങനെ മണത്ത് നോക്കുമ്പോൾ ഇത് കടിച്ച് തിന്നാലൊന്ന് തോന്നിപ്പോകും. അത്രയും ഒരു ചോക്ലേറ്റിൻ്റെ ഒക്കെ എന്തൊക്കെയോ ഒരു എന്താ, അത്രയും നമ്മൾ കൊതിപ്പിക്കുന്ന ചില ഡെസേർട്ട് ചോക്ലേറ്റ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു മണമാണ് കേട്ടോ അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ. പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള, ഞാൻ പറയില്ലേ മാക്കിൻ്റെ ഒക്കെ ലിപ്സ്റ്റിക്ക് കാണുന്ന പോലെയാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്സ് തന്നെയാണ് ഞാൻ ഓൾറെഡി യൂസ് ചെയ്യാറുള്ളത്. ഇപ്പോൾ എന്താ പറയുക, ലിപ് ക്രയോൺ ആണെങ്കിലും എന്താണെങ്കിലും സ്വിസ് ബ്യൂട്ടിയുടെ ആണ് യൂസ് ചെയ്യാറുള്ളത്. ഈ ഒരു ഷെയ്ഡ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യണത്. ഞാൻ നോക്കിയ ഷെയ്ഡ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതിനായിട്ട് ഏകദേശം മാച്ച് ആവുന്ന ഒരു ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ പിങ്ക് ബ്ലോസം 209 ആണ് കേട്ടോ. ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഷെയ്ഡ് വന്നിട്ട് അടിപൊളിയാണ്. അത്യാവശ്യം എല്ലാ സ്കിന്നിനും നല്ല അടിപൊളിയായിട്ട് മാച്ച് ആവുന്ന ഒരു ലിപ്സ്റ്റിക് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത്രയും പ്രൊഡക്ട്സ് ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ പ്രിയ. ബൈ.